നമസ്കാരം. HSC MDS അനാലിസിസ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നടന്ന MDS എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചത് ആർട്ടിക്കിൾ 149 ഈസ് റിലേറ്റഡ് ടു. ആർട്ടിക്കിൾ 149 എന്തുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്? CAG യുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് അല്ലേ? ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് ഓഫ് CAG. ആർട്ടിക്കിൾ 149 എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് ഓഫ് CAG. അടുത്തത് യക്ഷഗാന സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏത് സ്റ്റേറ്റിലാണ്? അപ്പം യക്ഷഗാന ഏത് സ്റ്റേറ്റിൽ സെലിബ്രേറ്റ് ചെയ്യുന്നു? കർണാടകയിൽ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് യക്ഷഗാന. അപ്പോൾ കർണാടകയിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന മറ്റു കുറച്ച് ഫെസ്റ്റിവൽസ് നോക്കാം. കേൽപോത് ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് കർണാടകയിലാണ് കേട്ടോ. കേൽപോത് ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് കർണാടകയിലാണ്. ഇനി കർണാടകയിൽ ഏത് കമ്മ്യൂണിറ്റിയാണ് കേൽപോത് ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ചോദിച്ചാൽ കൊഡാവ കമ്മ്യൂണിറ്റി. അതുപോലെ തന്നെ കരാഗ ഉത്സവം സെലിബ്രേറ്റ് ചെയ്യുന്നതും കർണാടകയിലാണ്. കരാഗ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? കർണാടകയിലാണ്. അതുപോലെ തന്നെ പട്ടടയ്ക്കൽ ഡാൻസ് ഫെസ്റ്റിവലും കർണാടകയിൽ തന്നെ. പട്ടടയ്ക്കൽ ഡാൻസ് ഫെസ്റ്റിവൽ, അതുപോലെ തന്നെ കാമ്പാല ഫെസ്റ്റിവൽ. ഓക്കെ, അപ്പോ യക്ഷഗാനയായിരുന്നു നമ്മുടെ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ കർണാടക. അതിന്റെ കൂടെ ഈ 4 ഫെസ്റ്റിവൽ കൂടി ഓർത്ത് വെക്കുക. കേൽപോത് ഫെസ്റ്റിവൽ, കരാഗ ഫെസ്റ്റിവൽ, പട്ടടയ്ക്കൽ ഫെസ്റ്റിവൽ, കാമ്പാല ഫെസ്റ്റിവൽ എല്ലാം എവിടെ തന്നെ സെലിബ്രേറ്റ് ചെയ്യുന്നു? കർണാടകയിൽ തന്നെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽ ആണ് കേട്ടോ. കേൽപോതും കരാഗയും പട്ടടയ്ക്കലും കാമ്പാല ഫെസ്റ്റിവൽ. ഇതിൽ കേൽപോത് ഫെസ്റ്റിവൽ ഒന്ന് പ്രത്യേകിച്ച് ഓർത്തിരിക്കുക. കേൽപോത് ഫെസ്റ്റിവൽ ഏത് കമ്മ്യൂണിറ്റിയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് ചോദിച്ചാൽ കൊഡാവ കമ്മ്യൂണിറ്റിയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അത് കൂടാതെ തന്നെ ഉഗാദി ഫെസ്റ്റിവലും. ഓക്കെ, ഉഗാദി ഫെസ്റ്റിവൽ ഇതെന്ന് പറഞ്ഞാൽ കർണാടകയിലെ ന്യൂ ഇയർ ഫെസ്റ്റിവൽ ആണ്. ഉഗാദി ഫെസ്റ്റിവൽ കർണാടകയിലെ ന്യൂ ഇയർ ഫെസ്റ്റിവൽ ആണ് ഉഗാദി ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. ദെൻ എക്സാമിന് മുന്നേ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള വേറൊരു ക്വസ്റ്റ്യൻ കൂടി പറഞ്ഞുതരാം. ഉഗാദി ഫെസ്റ്റിവലിന്റെ സമയത്ത് മേക്ക് ചെയ്യുന്ന ഉഗാദി പച്ചടിയിൽ ടോട്ടൽ എത്ര ഇൻഗ്രീഡിയൻസ് ഉണ്ടെന്ന് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ചോദിച്ചാൽ ടോട്ടൽ 6 ഇൻഗ്രീഡിയൻസ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ആർട്ടിക്കിൾ 144 ഈസ് റിലേറ്റഡ് ടു. ആർട്ടിക്കിൾ 44 എന്തുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്? ആർട്ടിക്കിൾ 44 യൂണിഫോം സിവിൽ കോഡുമായിട്ട് റിലേറ്റ് ചെയ്ത ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 44 എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ റിലേറ്റ് ചെയ്ത് ഓർത്തിരിക്കാൻ പറ്റുന്നത് ആർട്ടിക്കിൾ 48. എന്താണ് ആർട്ടിക്കിൾ 48 എന്ന് പറഞ്ഞാൽ? ആർട്ടിക്കിൾ 48 എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ആനിമൽ ഹസ്ബൻഡറി ആണ്. ഓർഗനൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ആനിമൽ ഹസ്ബൻഡറി. ഓർഗനൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ആനിമൽ ഹസ്ബൻഡറി ആണ് ആർട്ടിക്കിൾ 48 എന്ന് പറയുന്നത്. ദെൻ അതോടൊപ്പം ഓർത്തിരിക്കുക ആർട്ടിക്കിൾ 50. ആർട്ടിക്കിൾ 50 എന്ന് പറഞ്ഞാൽ സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ഫ്രം എക്സിക്യൂട്ടീവ്സ്. സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ഫ്രം എക്സിക്യൂട്ടീവ്. ഓക്കെ, ദെൻ ആർട്ടിക്കിൾ 51 കൂടി ഓർത്തിരിക്കുക. ആർട്ടിക്കിൾ 51 എന്ന് പറഞ്ഞാൽ പ്രൊമോഷൻ ഓഫ് ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി. പ്രൊമോഷൻ ഓഫ് ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാമിൽ ചോദിച്ച രണ്ടാമത്തെ ആർട്ടിക്കിൾ 44 ആയിരുന്നു, യൂണിഫോം സിവിൽ കോഡ്. ഈ 3 ആർട്ടിക്കിൾ കൂടെ ഓർത്തിരിക്കുക. ആർട്ടിക്കിൾ 48 ചോദിച്ചാൽ ഓർഗനൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ആനിമൽ ഹസ്ബൻഡറി. ആർട്ടിക്കിൾ 50 ചോദിച്ചാൽ സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ഫ്രം എക്സിക്യൂട്ടീവ്. ദെൻ ആർട്ടിക്കിൾ 51 ചോദിച്ചാൽ പ്രൊമോഷൻ ഓഫ് ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചത് ബിദർഗാവോൻ മന്ദിർ സിറ്റുവേറ്റഡ്. വേർ ഈസ് ബിദർഗാവോൻ മന്ദിർ സിറ്റുവേറ്റഡ് അല്ലെങ്കിൽ വേർ ഈസ് ബിദർഗാവോൻ ടെമ്പിൾ സിറ്റുവേറ്റഡ്? എവിടെയാണ് ബിദർഗാവോൻ മന്ദിർ ലൊക്കേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സിറ്റുവേറ്റ് ചെയ്യുന്നത്? അങ്ങനെ ചോദിച്ചാൽ അതിന്റെ ആൻസർ കാൺപൂരിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത് കേട്ടോ. എവിടെയാണ്? കാൺപൂർ. ഇനി കാൺപൂർ എവിടെയാണ്? ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലെ കാൺപൂരിൽ ലൊക്കേറ്റ് ചെയ്യുന്ന ടെമ്പിൾ ആണ് ഏതെന്ന് പറയുന്നത്? ബിദർഗാവോൻ ടെമ്പിൾ അല്ലെങ്കിൽ ബിദർഗാവോൻ മന്ദിർ എന്ന് പറയുന്നത്. ഇനി അപ്പൊ നിങ്ങൾ ഈ 2 കാര്യങ്ങൾ കൂടെ ഓർത്തിരിക്കുക. അവിടെ തന്നെ ദശാവതാര ടെമ്പിളും അതുപോലെ തന്നെ കാശി വിശ്വനാഥ് ടെമ്പിളും. ദശാവതാര ടെമ്പിളും കാശി വിശ്വനാഥ് ടെമ്പിളും. അപ്പൊ ഈ 2 ടെമ്പിളും എവിടെയാണ്? ഈ 2 ടെമ്പിളും UP-യിലാണ് കേട്ടോ. ഇനി UP-യിൽ പ്രോപ്പർ ആയിട്ട് എവിടെയാണെന്ന് ചോദിച്ചാൽ ദശാവതാര ടെമ്പിൾ ലൊക്കേറ്റ് ചെയ്യുന്നത് ദിയോഗട്ടില്. ദശാവതാര ടെമ്പിൾ ലൊക്കേറ്റ് ചെയ്യുന്നത് ദിയോഗട്ടിലും കാശി വിശ്വനാഥ് ടെമ്പിൾ ലൊക്കേറ്റ് ചെയ്യുന്നത് വാരണാസിയിലുമാണ്. ഓക്കെ, ഇനി ഇതിനെ റിലേറ്റ് ചെയ്ത് ചോദിക്കാൻ സാധ്യതയില്ല. അടുത്ത 2 ക്വസ്റ്റ്യൻസ് കൂടെ പറഞ്ഞുതരാം. ദശാവതാര ടെമ്പിളിന്റെ ആർക്കിടെക്ചറൽ സ്റ്റൈൽ എങ്ങനെയാണെന്ന് ചോദിക്കാം.
അങ്ങനെ ചോദിച്ചാൽ പഞ്ചയാതന സ്റ്റൈൽ. പഞ്ചയാതന സ്റ്റൈൽ. ഓക്കെ, ഇനി കാശി വിശ്വനാഥ് ടെമ്പിളിന്റെ ആർക്കിടെക്ട് അല്ലെങ്കിൽ ബിൽറ്റ് ചെയ്ത ആരാണെന്ന് ചോദിച്ചാൽ അഹില്യബായി ഹോൾക്കർ. ദേവി അഹില്യബായി ഹോൾക്കർ. ഓക്കെ, അപ്പോ നമ്മുടെ ക്വസ്റ്റ്യൻ എക്സാം ചോദിച്ച ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ബിദർഗാവോൻ മന്ദിർ സിറ്റുവേറ്റഡ്. അപ്പൊ എവിടെയാണ് ബിദർഗാവോൻ മന്ദിർ സിറ്റുവേറ്റ് ചെയ്യുന്നത് ചോദിച്ചാൽ എവിടെയാണ്? ഉത്തർപ്രദേശിലെ കാൺപൂരിലാണ്. ഇനി അതിനെ റിലേറ്റ് ചെയ്ത് ഉത്തർപ്രദേശിൽ തന്നെയുള്ള 2 ടെമ്പിൾ കൂടി നമ്മൾ പറഞ്ഞു, ദശാവതാര ടെമ്പിളും കാശി വിശ്വനാഥ് ടെമ്പിളും. ദശാവതാര ടെമ്പിൾ ലൊക്കേറ്റ് ചെയ്യുന്നത് ഉത്തർപ്രദേശിലെ ദിയോഗട്ടിലും കാശി വിശ്വനാഥ് ടെമ്പിൾ ലൊക്കേറ്റ് ചെയ്യുന്നത് ഉത്തർപ്രദേശിലെ വാരണാസിയിലുമാണ്. ഓക്കെ, ഇനി ദശാവതാര ടെമ്പിളിന്റെ സ്റ്റൈൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പഞ്ചയാതന സ്റ്റൈലാണ്. കാശി വിശ്വനാഥ് ടെമ്പിൾ ബിൽറ്റ് ചെയ്ത ആരാണെന്ന് ചോദിച്ചാൽ ദേവി അഹില്യബായി ഹോൾക്കർ. അതുകൂടി ഓർത്തിരിക്കാം. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഭാരത് രത്ന ഇയർ ടു പണ്ഡിറ്റ് രവിശങ്കർ. രവിശങ്കറിന് ഭാരത് രത്ന കിട്ടുന്ന വർഷം ഏത് വർഷമാണെന്ന് അറിയാമോ? 1999 രവിശങ്കറിന് ഭാരത് രത്ന കിട്ടുന്നത്. ഓക്കെ, അപ്പൊ പണ്ഡിറ്റ് രവിശങ്കർ ഏത് ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത ആളാണെന്ന് ഡയറക്ട്ലി ചോദിക്കാം. സിത്താർ ആണ് കേട്ടോ. സിത്താറുമായിട്ട് റിലേറ്റ് ചെയ്ത ആളാണ് പണ്ഡിറ്റ് രവിശങ്കർ. പണ്ഡിറ്റ് രവിശങ്കറിന് ഭാരത് രത്ന കിട്ടുന്ന വർഷം 1999, 1999 പണ്ഡിറ്റ് രവിശങ്കറിന് ഭാരത് രത്ന കിട്ടുന്നത്. ഓക്കെ, ഇനി പണ്ഡിറ്റ് രവിശങ്കറിന് പത്മഭൂഷണും പത്മവിഭൂഷണും കിട്ടുന്നുണ്ട്. ആ 2 വർഷം കൂടി ഓർത്തിരിക്കുക. പത്മഭൂഷണും പണ്ഡിറ്റ് രവിശങ്കറിന് കിട്ടുന്നുണ്ട്. പത്മഭൂഷൺ കിട്ടുന്ന വർഷം ചോദിച്ചാൽ 1967. പത്മവിഭൂഷൺ കിട്ടുന്ന വർഷം ചോദിച്ചാൽ 1981. ഓക്കെ, അപ്പോ പണ്ഡിറ്റ് രവിശങ്കർ സിത്താറുമായിട്ട് റിലേറ്റ് ചെയ്തെന്ന് ഓർത്തിരിക്കുക. പണ്ഡിറ്റ് രവിശങ്കറിന് ഭാരത് രത്ന കിട്ടുന്ന വർഷം 1999 പത്മഭൂഷൺ കിട്ടുന്ന വർഷം 1967 പത്മവിഭൂഷൺ കിട്ടുന്ന വർഷം 1981. ഓക്കെ ആണല്ലോ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, അറ്റ് വിച്ച് ഗേറ്റ് ഓഫ് റെഡ് ഫോർട്ട് ഡിഡ് നെഹ്റു ഹോസ്റ്റഡ് ഇന്ത്യൻ ഫ്ലാഗ് ഇൻ 1947? അപ്പൊ 1947 നെഹ്റു റെഡ് ഫോർട്ടിന്റെ ഏത് ഗേറ്റിലാണ് എന്ത് ഹോസ്റ്റ് ചെയ്തത്? ഇന്ത്യൻ ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്തത്. അങ്ങനെ ചോദിച്ചാൽ ലാഹോർ ഗേറ്റ്. ഏത് ഗേറ്റിലാണ്? ലാഹോർ ഗേറ്റിൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ ഇന്ത്യയുടെ ഏത് നൈബറിംഗ് കൺട്രിയിലാണ് മണ്ടാരി ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്? ഇന്ത്യയുടെ ഏത് നൈബറിംഗ് കൺട്രിയിലാണ് മണ്ടാരി ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്? അങ്ങനെ ചോദിച്ചാൽ ഏതാണെന്ന് അറിയാമോ? ചൈനയിലാണ്. എവിടെയാണ്? ചൈനയിലാണ് ഏത് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്? മണ്ടാരി ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് റിവർ ഈസ് നെയ്മഡ് സാങ്ബോ? സാങ്ബോ എന്നറിയപ്പെടുന്ന റിവർ ഏതാണ്? സാങ്ബോ എന്നറിയപ്പെടുന്ന റിവർ ബ്രഹ്മപുത്രയാണ് കേട്ടോ. സാങ്ബോ എന്നറിയപ്പെടുന്ന റിവർ ഏതാണ്? ബ്രഹ്മപുത്രയാണ്. ഇനി ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക, ബ്രഹ്മപുത്രയെ ടിബറ്റിൽ അറിയപ്പെടുന്ന പേരാണ് സാങ്ബോ. ബ്രഹ്മപുത്രയെ തന്നെ ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന പേരാണ് ജമുന. ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന പേര് ജമുന. ഓക്കെ, ബ്രഹ്മപുത്രയെ ടിബറ്റിൽ അറിയപ്പെടുന്ന പേര് സാങ്ബോ എന്നും ബ്രഹ്മപുത്രയെ ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന പേര് ജമുന എന്നുമാണ്. ദെൻ ഓൾസോ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക, റെഡ് റിവർ എന്നറിയപ്പെടുന്നതും ബ്രഹ്മപുത്രയാണ്. റെഡ് റിവർ എന്നറിയപ്പെടുന്ന റിവറും ഏതാണ്? ബ്രഹ്മപുത്രയാണ്. ഓക്കെ, അപ്പോ ബ്രഹ്മപുത്രയാണ് ടിബറ്റില് സാങ്ബോ എന്നറിയപ്പെടുന്നത്. ബംഗ്ലാദേശിൽ ഇതിനെ ജമുന എന്നറിയപ്പെടുന്നു. ബ്രഹ്മപുത്ര റിവറിനെയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? റെഡ് റിവർ എന്നറിയപ്പെടുന്നതും ബ്രഹ്മപുത്ര റിവറിനെ. ഓക്കെ, അടുത്തത്, വിച്ച് വേർഡ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ സ്വിമ്മിങ്? സ്വിമ്മിങ്ങിൽ ഇൻക്ലൂഡഡ് ആവാത്ത വേർഡ് ഏതാണെന്ന് ഇത് ഓപ്ഷനിൽ എഴുതാനുണ്ടായിരുന്നായിരുന്നു. അപ്പൊ സ്വിമ്മിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത വേർഡ്സ് ഏതൊക്കെയാ? അത് ജസ്റ്റ് ഓർത്തിരുന്നു കേട്ടോ. ബട്ടർഫ്ലൈ സ്ട്രോക്ക്, ദെൻ അതുപോലെ ഫ്രീ സ്റ്റൈൽ, അതുപോലെ ഡക്ക്. ഓക്കെ, ഇത്തരം വേർഡ്സ് ഒക്കെയാണ് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തത്? സ്വിമ്മിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത വേർഡ്സ് ആണ് ബട്ടർഫ്ലൈ സ്ട്രോക്ക്, ഫ്രീ സ്റ്റൈല്, ഡക്ക്, ഇതൊക്കെ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വേർ ഈസ് ചാർമിനാർ ലൊക്കേറ്റഡ് അല്ലെങ്കിൽ സിറ്റുവേറ്റഡ്? ചാർമിനാർ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത് ചോദിച്ചാൽ എവിടെയാണ്? ഹൈദരാബാദിലാണ് കേട്ടോ. ചാർമിനാർ ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ഹൈദരാബാദിലാണ് ചാർമിനാർ ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇനി ഈ ചാർമിനാർ ബിൽറ്റ് ചെയ്യുന്ന ആരാണെന്ന് ഇവിടെ പഠിച്ചേക്കുക, മുഹമ്മദ് കുലി കുത്തബ് ഷാ. മുഹമ്മദ് കുലി കുത്തബ് ഷാ
ചാർമിനാർ ബിൽഡ് ചെയ്യുന്നത് ആരാണ്? മുഹമ്മദ് കുലി കുത്തബ് ഷാ ആണ് ചാർമിനാർ ബിൽഡ് ചെയ്യുന്നത്. ചാർമിനാർ സിറ്റുവേറ്റ് ചെയ്യുന്നതോ ഹൈദരാബാദിൽ. ഓക്കെ, അടുത്തത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിന്റെ ഇയർ ഏതാണ്? അത് 2005 ഒക്ടോബർ 12 ആണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിന്റെ ഇയർ. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് വിത്ത് ലോവസ്റ്റ് പോപ്പുലേഷൻ ഡെൻസിറ്റി. അപ്പം സെൻസസ് ഒന്ന് നന്നായിട്ട് നോക്കിക്കോ കേട്ടോ. സെൻസസ് നന്നായിട്ട് നോക്കിയിട്ട് തന്നെ പൊക്കോ. അതുപോലെ തന്നെ ഡാൻസ് ഫോംസ്, ഫെസ്റ്റിവൽസ്, ഓരോ ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത പേഴ്സൺസ്, അതുപോലെ തന്നെ ദെൻ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത പേഴ്സൺസ്, ഡാൻസ്, ഫെസ്റ്റിവൽസ്, സെൻസസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവാർഡുകൾ, ഇതൊക്കെ ഒന്ന് ഇനി എക്സാം ഉള്ളവർ ഈ ഒരു ടോപ്പിക്ക് കുറച്ചൊരു ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചിട്ട് വേണേ പോവാൻ. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ് വിത്ത് ലോവസ്റ്റ് പോപ്പുലേഷൻ ഡെൻസിറ്റി. പോപ്പുലേഷൻ ഡെൻസിറ്റി ഏറ്റവും കുറവുള്ള സ്റ്റേറ്റ് ആണെന്ന് ചോദിച്ചാൽ അരുണാചൽ പ്രദേശ്. ഇനി പോപ്പുലേഷൻ ഡെൻസിറ്റി ഏറ്റവും കുറവുള്ള സ്റ്റേറ്റ് ആണ് അരുണാചൽ പ്രദേശ്. പോപ്പുലേഷൻ ഡെൻസിറ്റി ഏറ്റവും കൂടിയ സ്റ്റേറ്റ് ആണെന്ന് ചോദിച്ചാൽ ബീഹാർ. പോപ്പുലേഷൻ ഏറ്റവും കൂടിയ സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ UP. പോപ്പുലേഷൻ ഏറ്റവും കുറഞ്ഞ സ്റ്റേറ്റ് ആണെന്ന് വെച്ചാൽ സിക്കിം. ഓക്കെ, അപ്പോൾ ഈ സെൻസസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയുടെ ലിറ്ററസി റേറ്റ്. ഇന്ത്യയുടെ ലിറ്ററസി റേറ്റ് 74.04% ആണ്. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഇന്ത്യയുടെ ലിറ്ററസി റേറ്റ് ചോദിച്ചാൽ 74.04%. ഇനി ഇതിൽ മെയിൽ ലിറ്ററസി ഉണ്ട്, ദെൻ എന്തുണ്ട്, ദെൻ ഓൾസോ ഫീമെയിൽ ലിറ്ററസി ഉണ്ട്. മെയിൽ ലിറ്ററസി റേറ്റ് ചോദിച്ചാൽ 82.14, ഫീമെയിൽ ലിറ്ററസി റേറ്റ് ചോദിച്ചാൽ 65.46 ആണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ ടോട്ടൽ ലിറ്ററസി റേറ്റ് 74.04%, അതിൽ മെയിൽ ലിറ്ററസി 82.14, ഫീമെയിൽ ലിറ്ററസി 65.46% ആണ്. ഓക്കെ, ദെൻ സ്വർണിം ചതുർഭുജ് യോജന എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഗോൾഡൻ ക്വാഡ്രിലാറ്ററലാണ് കേട്ടോ. എന്താണ്? നമ്മുടെ ഗോൾഡൻ ക്വാഡ്രിലാറ്ററലാണ്. ഈ ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ എന്തുമായിട്ട് റിലേറ്റ് ചെയ്താണ്? നാഷണൽ ഹൈവേയുമായിട്ട് റിലേറ്റ് ചെയ്താണ്. അതായിരുന്നു ക്വസ്റ്റ്യൻ. സ്വർണം ചതുർഭുജ് യോജന അല്ലെങ്കിൽ ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ യോജന എന്തുമായിട്ട് റിലേറ്റ് ചെയ്താണ്? നാഷണൽ ഹൈവേയുമായിട്ട് റിലേറ്റ് ചെയ്താണ്. ഓക്കെ, ദെൻ അടുത്തത് ക്രാക്കിംഗ് ദ കോഡ് മൈ ജേർണി ടു ബോളിവുഡ്. ബുക്ക് ആരുടെയായിരുന്നു? അത് ക്വസ്റ്റ്യൻ. ക്രാക്കിംഗ് ദ കോഡ് മൈ ജേർണി ടു ബോളിവുഡ് ആരുടെയായിരുന്നു? ആയുഷ്മാൻ ഖുറാനയുടെ ബുക്കായിരുന്നു. ഓക്കെ, അടുത്തത് ശോഭന നാരായൺ ഈസ് റിലേറ്റഡ് ടു. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് വേണമെന്നറിയാമോ? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മീൻസ് ഓരോ ഡാൻസ് ഫോമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പേഴ്സണാലിറ്റീസും അവർക്ക് കിട്ടിയ അവാർഡും പഠിക്കണം കേട്ടോ. ഡാൻസ് ഫോമുമായിട്ട് റിലേറ്റ് ചെയ്ത പേഴ്സണാലിറ്റീസും അവർക്ക് കിട്ടിയ അവാർഡും ഇത് ഓൾറെഡി നമ്മുടെ ചാനലിൽ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോവുക. അപ്പം ഓരോ പേഴ്സണാലിറ്റീസും അവർക്ക് കിട്ടിയ അവാർഡ്സും ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. ഇതിവിടെ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചേക്കുക. ശോഭന നാരായൺ ഈസ് റിലേറ്റഡ് ടു. അപ്പോൾ ശോഭന നാരായൺ എന്തുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്? കഥക്കുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് അല്ലെ. നമ്മുടെ ബിർജു മഹാരാജും എന്തുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്? കഥക്കുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. ബിർജു മഹാരാജും എന്തുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്? കഥക്കുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. നമ്മുടെ ബിർജു മഹാരാജിന്റെ ശിക്ഷയായിരുന്നു ആര്? ദെൻ ശോഭന നാരായൺ. ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. ഇനി ഈ ശോഭന നാരായണിന് കിട്ടിയ 2 അവാർഡുകളുണ്ട്. 2 അവാർഡും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ആ 2 അവാർഡ് നോക്കിയിട്ടേ പോവേ. ശോഭന നാരായണിന് കിട്ടിയ 2 അവാർഡ്. ശോഭന നാരായണിന് 1992 പത്മശ്രീ കിട്ടുന്നുണ്ട്. 1992 പത്മശ്രീയും 2001 സംഗീത നാടക അക്കാദമി അവാർഡും കിട്ടുന്നുണ്ട്. സംഗീത നാടക അക്കാദമി അവാർഡ് കിട്ടുന്നുണ്ട് ആർക്ക്? ശോഭന നാരായൺ. അപ്പൊ ശോഭന നാരായൺ കഥക്കുമായിട്ട് റിലേറ്റ് ചെയ്താണ്. ശോഭന നാരായണിന് 1992 പത്മശ്രീയും 2001 സംഗീത നാടക അക്കാദമി അവാർഡും കിട്ടുന്നുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നർത്തകി നടരാജ് ആരാണ്? ട്രാൻസ് വുമൺ ആണല്ലേ. നർത്തകി നടരാജ് എന്ന് പറഞ്ഞാൽ ട്രാൻസ് വുമൺ. ഏത് ഡാൻസറാണ്? ഭരതനാട്യം ഡാൻസറാണ് കേട്ടോ. ട്രാൻസ് വുമൺ
ഭരതനാട്യം ഡാൻസർ. അപ്പോ നർത്തകി നടരാജന് 2019 പത്മശ്രീ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ നർത്തകി നടരാജന് കിട്ടിയ അവാർഡായിരുന്നു ചോദിച്ചത്. 2019 പത്മശ്രീ കിട്ടി അല്ലെ. ട്രാൻസ്ഫോമർ ആണ്. ഏത് ട്രാൻസ്ഫോമറായിട്ട് റിലേറ്റ് ചെയ്യുന്നു? ഭരതനാട്യമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അണ്ടർ 17 ഫിഫ വുമൺസ് വേൾഡ് കപ്പ് ഹോസ്റ്റ്. 3 സ്റ്റേറ്റിലായിട്ടായിരുന്നു ഹോസ്റ്റ് ചെയ്തിരുന്നത്. എവിടൊക്കെയാണ്? ഒഡീഷ, ഗോവ, അതുപോലെ മഹാരാഷ്ട്ര. ഒഡീഷയിൽ, ഗോവയും മഹാരാഷ്ട്രയിലും. അടുത്തത് നൈൽ ഫോൾസ് ഇൻടു. അപ്പൊ നൈൽ എങ്ങോട്ടേക്കാണ് ഫോൾസ് ചെയ്യുന്നത്? നൈൽ ഫോൾസ് ചെയ്യുന്നത് മെഡിറ്ററേനിയൻ സീയിലേക്കാണ്. ഓക്കെ, നൈല് ഫോൾ ചെയ്യുന്നത് എങ്ങോട്ടേക്കാണ്? മെഡിറ്ററേനിയൻ സീയിലോട്ടാണ്. അടുത്തത് ഈസ്റ്റ് വെസ്റ്റ് കോറിഡോർ ഓഫ് ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ കണക്ട്സ്. അപ്പൊ ഗോൾഡൻ ക്വാഡ്രിലാറ്ററലിന്റെ ഈസ്റ്റ് വെസ്റ്റ് കോറിഡോർ അല്ലെ, ഏതൊക്കെയാണ്? സിൽച്ചാർ ടു പോർബന്ദർ കണക്ട്സ് സിൽച്ചർ ടു പോർബന്ദർ. സിൽച്ചാർ എവിടെയാണ്? സിൽച്ചാർ ആസാമിലും പോർബന്ദർ എവിടെയാണ്? പോർബന്ദർ ഗുജറാത്തിലുമാണ്. ഓക്കെ, ഇനി ബയോളജി സെൽ സയന്റിസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ നമ്മുടെ ഫംഗ്ഷൻ ഓഫ് സെല്ലിന്റെ ഫംഗ്ഷനെ പറ്റി ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്ത ആളായിരുന്നു? അത് റോബർട്ട് ഹൂക്ക് ആയിരുന്നു. ഏത് വർഷം? 1665. ഈ ഇയർ കുറച്ച് സ്ട്രെസ് ചെയ്ത് പഠിച്ചോ, കാരണം ഇപ്പോഴത്തെ എസ്സിയുടെ ട്രെൻഡ് അനുസരിച്ച് ഡിസ്കവർ ചെയ്ത വർഷങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ സെല്ലിന്റെ ഫംഗ്ഷൻ ഡിസ്കവർ ചെയ്തത് റോബർട്ട് ഹൂക്ക് ആണ്. ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ 1665. ഓക്കെ, ഇനി സെൽ തിയറി കൊണ്ടുവന്നത് ആരാണെന്ന് ചോദിച്ചാൽ റുഡോൾഫ് വിർച്ചോ ഇല്ലേ. അപ്പൊ സെൽ തിയറി കൊണ്ടുവന്ന റുഡോൾഫ് ആണ്. ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ 1855. ഇത് വർഷം 1855 ഓക്കെ, ദെൻ എം ജി റാണയുടെ സോഷ്യൽ റിഫോംസ് അല്ലേ. അപ്പം എം ജി റാണയുടെ ഫോം ചെയ്ത ഓപ്ഷൻ ചെയ്താണെന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു കേട്ടോ. അപ്പം എം ജി റാണയുടെ ഫോം ചെയ്തതാണ് എന്ത്? പൂനെ സാർവജനിക് സഭ. എം ജി റാണയുടെ ഫോം ചെയ്തതാണ് പൂനെ സാർവജനിക് സഭ. ഓക്കെ, ദെൻ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക. നമുക്കെല്ലാം ഫെമിലിയർ ആയിട്ടുള്ള പ്രാർത്ഥനാ സമാജ് ഫോം ചെയ്ത ആരാണ്? പ്രാർത്ഥനാ സമാജ് ആത്മറാം പാണ്ഡുരംഗാണ് അല്ലെ. പ്രാർത്ഥനാ സമാജ് ഫോം ചെയ്ത ആരാണ്? ആത്മറാം പാണ്ഡുരംഗാണ് പ്രാർത്ഥനാ സമാജ് ഫോം ചെയ്തത്. ഏത് വർഷം? 1867. വർഷം ഇമ്പോർട്ടന്റ് ആണ്, സ്ട്രെസ് ചെയ്ത് തന്നെ പഠിക്കണേ. പ്രാർത്ഥനാ സമാജ് ഫൗണ്ട് ചെയ്തത് ആത്മറാം പാണ്ഡുരംഗ് ഇൻ ദ ഇയർ 1867. ഈ പ്രാർത്ഥനാ സമാജിലോട്ട് ഈ എം ജി റാണയുടെ എൻട്രി ചെയ്യുന്ന വർഷം ഏതാണെന്ന് ചോദിച്ചാൽ അത് 1870. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങളോട് ഓർത്തിരിക്കുക. പ്രാർത്ഥനാ സമാജ് ഫൗണ്ട് ചെയ്തത് ആത്മറാം പാണ്ഡുരംഗാണ് ഇൻ ദ ഇയർ 1867. 1867 പ്രാർത്ഥനാ സമാജ് ഫൗണ്ട് ചെയ്തത് ആത്മറാം പാണ്ഡുരംഗാണ്. ഇനി ഈ പ്രാർത്ഥനാ സമാജിലോട്ട് എം ജി റാണയുടെ എൻട്രി ചെയ്യുന്ന വർഷം ഏതാണെന്ന് ചോദിച്ചാൽ അത് 1870. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കമലേഷ് പ്രസാദ് ഗോട്ട് സാഹിത്യ അക്കാദമി ഇൻ 2003 ഫോർ വിച്ച് ബുക്ക്? അപ്പൊ കമലേഷ് പ്രസാദിന് 2003 സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടുന്നത് ഏത് ബുക്കിനാണ്? ആ ബുക്കിന്റെ പേര് കിത്തനെ പാകിസ്ഥാൻ എന്ന് പറയുന്ന ബുക്കിനാണ് കേട്ടോ. അപ്പോ കിത്തനെ പാകിസ്ഥാൻ എന്ന് പറയുന്ന ബുക്കിന് കമലേഷ് പ്രസാദിന് 2003 സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടുന്നുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. റൺസ് സ്കോർഡ് ബൈ വിരാട് കോഹ്ലി ഇൻ T20 till October 2022. അപ്പൊ ഈ ആൻസറിന്റെ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാ? കറണ്ട് അഫയേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് അല്ലെ. അപ്പം ഈ ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഓക്കെ.